ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാമത് വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അവൻ പ്രഭുക്കന്മാരുടെ പക്ഷം എടുക്കുന്നില്ല എന്നുള്ള വചനമാണ്. ഈ ലോകത്തേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് നിലകളിലുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയാറുണ്ട്. ഒന്ന്, ഉന്നതരും ശ്രേഷ്ഠരും സ്ഥാനമാനങ്ങളുള്ളവരും പേരും പ്രസിദ്ധിയുമുള്ളവരും പണമുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. മറ്റൊരു കൂട്ടം ആളുകൾ സാധുക്കളും ദരിദ്രന്മാരും വിദ്യാഭ്യാസമില്ലാത്തവരും ആ നിലകളിലൊക്കെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. എന്നാൽ സാധുക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ശ്രേഷ്ഠന്മാരും അധികാരസ്ഥന്മാരും പ്രഭുക്കന്മാരുമായ ആളുകളുടെ പക്ഷം പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഉത്സാഹിക്കുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ നാളുകളെക്കുറിച്ചുള്ള ചിന്താഭാരം അവരുടെ മേലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിനു വേണ്ടി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഭുക്കന്മാരുടെ പക്ഷം പിടിക്കുന്നതിനേക്കാൾ ആഴമായി സത്യത്തിൻ്റെ പക്ഷം പിടിക്കുവാൻ, നീതിയുടെ പക്ഷം പിടിക്കുവാൻ, ന്യായത്തിൻ്റെ പക്ഷം പിടിക്കുവാൻ അവർ ഉത്സാഹിക്കുന്നു എന്നുള്ളതാണ്. അവർ ഭയപ്പെടുന്നത് പ്രഭുക്കന്മാരെയല്ല, മറിച്ച് അവരുടെ സൃഷ്ടിതാവായ ദൈവത്തെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. നാം ശമൂവേലിനെഴുതിയ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 13-ാം വാക്യത്തിനുള്ളിൽ അന്നത്തെ അധികാരമുള്ളതായ ദാവീദ് രാജാവിനോട് നാഥാൻ പ്രവാചകൻ പറയുന്ന വാക്കുകൾ: നീ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു, നീ ദൈവത്തിൻ്റെ ശിക്ഷാവിധി അനുഭവിക്കാൻ പോകുന്നു എന്ന് മുഖത്തു നോക്കി പറയുവാനുള്ള ആർജവം തനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കാരണം താൻ ദൈവത്തെ ഭയപ്പെടുകയും ദൈവ വഴികളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു എന്നതുകൊണ്ടാണ് എന്നത് നാം മറന്നു പോകരുത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് നെബൂഖദ്നേസർ എന്ന് പറയുന്ന പ്രഗൽഭനായ പ്രഭുവിൻ്റെ മുൻപിൽ, രാജാവിൻ്റെ മുൻപിൽ എല്ലാവരും വീണ് കിടക്കുമ്പോൾ, എല്ലാവരും അവൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പെടുമ്പോൾ എബ്രായ ബാലന്മാർ ആ രാജാവിൻ്റെ മുഖത്തു നോക്കി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ പറയുന്ന ഒരു വാക്കുണ്ട്: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളിയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. നോക്കൂ, വളരെ കൃത്യതയോടുകൂടി രാജാവിനോടാണെങ്കിലും വ്യക്തതയോടുകൂടി വാക്കുകൾ പറയുന്ന അഭിഷിക്തന്മാരായ ആളുകളെയാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നും മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും അനീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ടി വരാറുണ്ട്. തിന്മയുടെയും അകൃത്യത്തിൻ്റെയും പക്ഷത്ത് നിൽക്കേണ്ടി വരുന്നുണ്ട്. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് ശ്രേഷ്ഠന്മാരാകൊണ്ട് സാധുക്കൾക്കു വേണ്ടി സംസാരിപ്പാൻ കഴിയാത്തവരായി, ആ നിലകളിൽ നിൽപ്പാൻ കഴിയാത്തവരായി, ന്യായത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുവാൻ കഴിയാത്തവരായി,
പ്രഭുക്കന്മാരുടെ പക്ഷത്തു നിന്ന് പോകുവാനായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുവാനും ആ നിലകളിൽ പ്രവർത്തിപ്പാനുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതിന് എൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്കെല്ലാവർക്കും ദൈവം ഭാഗ്യം നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ പ്രഭുക്കന്മാരുടെയും സമ്പന്നന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും അധികാരസ്ഥന്മാരുടെയും പക്ഷം നിൽക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ സത്യത്തിൻ്റെയും നീതിയുടെയും യാഥാർത്ഥ്യങ്ങളുടെയും പക്ഷത്ത് നിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.